കാലത്തെ കറിക്കുള്ള മീൻ മേടിച്ച് വെച്ചില്ലെങ്കിലല്ലേ പിന്നെ മീൻ മേടിക്കൽ നടക്കൂലെന്നേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ദേ ചേട്ടനുമായിട്ട് മീൻ മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. അവിടെ നല്ല വമ്പന്മാരും തുമ്പന്മാരും ഒക്കെ ഉണ്ടായി. എങ്കിലും നമ്മൾ വിളമീനും മേടിച്ച് വേളൂരും മേടിച്ച് കേട്ടോ. അങ്ങനെ മീനും മേടിച്ചിട്ട് നേരെ പള്ളിയിലോട്ടാണ് പോയത്. അങ്ങനെ ചേട്ടനെ പുറത്ത് നിർത്തിയിട്ടും ഞാൻ നേരെ അകത്തോട്ട് കയറിയിട്ട് ഉണ്ണീശോടെ അളവെടുത്തു കേട്ടോ. ഉണ്ണീശോ അവൾ എൻ്റെ അളവെടുക്കാനായത് അതൊരു നേർച്ചയാണ് കേട്ടത്. ഞാൻ വഴിയേ പറയാമേ ഉണ്ണീശോക്ക് ഒരു ഉടുപ്പ് കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നോക്കാൻ വേണ്ടി പോയതാണെങ്കിൽ നേരെ വീട്ടിലോട്ട് വന്നിട്ട് അവിടെ മൊത്തവും കുറേ പുല്ലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് കളഞ്ഞു കേട്ടോ. ഇന്ന് പറിച്ച് കളഞ്ഞാൽ നാളെ തന്നെ മുളക്കും കേട്ടോ, അത് വേറെ കാര്യം. അതോടുകൂടി എൻ്റെ കാര്യം ടീം അങ്ങനെ ഞാൻ തെണ്ടേ മാറി കുറച്ചു നേരം കിടന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാം കൂടെ ഓടി കതച്ച് വന്നേക്കണേ. ആമിക്കുട്ടിയാണെങ്കിൽ ഇപ്പം ചിരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ വഴക്ക് തീർക്കാൻ നിന്നാൽ എൻ്റെ പണി ആര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യണ്ടേ. ഞാൻ പിന്നെ അവിടെയൊക്കെ തുടച്ചിട്ട് പിന്നെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയലുള്ള പാട്ടിലേ അങ്ങനെ അവിടെ കഴുകാൻ വേണ്ടി ഓസ് എടുത്തത് മിക്കയുടെ മുഖം മാറി കേട്ടോ. അവൻ വിചാരിച്ച് അവനെ കുളിപ്പിക്കാനാണെന്നേ. പിന്നെ അവിടെ കിടന്ന് പരിഭ്രമം ഓർന്നു കേട്ടോ. അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ഞാനാണെങ്കിൽ കുറച്ച് അധികം പണികൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കണായിരുന്നു കേട്ടോ. പിന്നെ ആകട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് അങ്ങോട്ടെല്ലാം തീർത്തിട്ടുണ്ടേ. അങ്ങനെ പുറം പണികളൊക്കെ മൊത്തവും കഴിഞ്ഞ് ഇന്ന് നമുക്ക് അടുക്കള പണിയാണ്. അപ്പം ഇനി മീൻ വെട്ടട്ടെ. ഇപ്പം അടുത്ത വീട്ടിൽ കാണാൻ. ടാറ്റാ.